അവര് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ടെർമിനോളജി നഗ്നത ആണ്. അവരുടെ മൈൻഡിലാണ്. ബിക്കോസ് വൈഫ് ഇസ് വെയറിംഗ് സാരി. അതാണ് ആക്ച്വലി സർ ഒരു ഭാര്യ അല്ല, ഞാൻ പറയട്ടെ, ഒരു ഭാര്യ, ഞാനിപ്പോ പേജന്റ് ഷോയിൽ ട്രെയിനിങ് ചെയ്യുന്ന 15 വർഷമായി. മോസ്റ്റ് ഓഫ് ദ ലേഡീസ് അവർ സുന്ദരമായിട്ട് ഉടുത്തൊരുങ്ങിയ അവരെ വീട്ടിലെ ഹസ്ബൻഡ്സ് അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല. അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇവർക്ക്. കാരണം they don't know how to appreciate beauty. മേഡം പറഞ്ഞ പല കാര്യങ്ങളും ഓക്കെ, പുരോഗമന ചിന്താഗതി നല്ലത് തന്നെ. കാര്യം പഴയ രീതിയിലേക്കല്ല, നമ്മൾ മുന്നോട്ടാണ്. ശാസ്ത്രം പറഞ്ഞോട്ടെ ശാസ്ത്രം കുതിക്കുന്നതിനനുസരിച്ച് മുന്നോട്ട് പോകണം. അതിനനുസരിച്ച് അതിനനുസരിച്ചുള്ള വ്യത്യാസവും ആയിക്കോട്ടെ. പക്ഷേ പൂർണ്ണ നഗ്നതയെ എന്ന് പറഞ്ഞാൽ അർത്ഥ നഗ്നതയെന്നും പറയാൻ ഒക്കൂല. 90% നഗ്നമായ രീതിയിൽ ആ രീതിയിലുള്ള വേഷം പറ്റില്ല. പറഞ്ഞല്ലോ ഏതെങ്കിലും ഒരു സൗന്ദര്യ മത്സരം കണ്ടിട്ടുണ്ടോ? നേരിട്ട് കണ്ടിട്ടുണ്ടോ? നേരിട്ട് കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഉണ്ട്. എവിടെ കണ്ടിട്ടുണ്ട്? നിങ്ങൾ ഏത് സൗന്ദര്യ മത്സരം? ഞാൻ ഈ മാധ്യമങ്ങൾ വഴിയേ കണ്ടിട്ടുള്ളൂ. ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി നോക്കണേ. നിങ്ങൾ വന്ന ശേഷം നഷ്ടപ്പെട്ടു പോയ ഒരു കലയുണ്ട്. നിങ്ങൾ വന്ന ശേഷം നഷ്ടപ്പെട്ട ഒരു നമ്മുടെ ഇത്തരത്തിലുള്ള ആശയങ്ങൾ പറയുന്നവരുണ്ട്. ഇപ്പോഴത്തെ എല്ലാ മാധ്യമങ്ങളും ഒരു കാര്യം മനസ്സിലാക്ക്. ഒരു ഡ്രസ് ധരിച്ച് ഇങ്ങനെ ഒറ്റ ഒരു സ്റ്റൈലിൽ നിന്ന് കാണിച്ചു പോകുന്നതാണോ? ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും അവിടെ പ്രൊജക്ട് ചെയ്ത് അവിടെ നല്ല രീതിയിൽ ക്യാമറയ്ക്ക് മുന്നിലും ഇരിക്കുന്ന ആളുകൾക്ക് മുന്നിലും ഓരോ ഭാഗങ്ങളും കാണിച്ച് ഒരു മനുഷ്യന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും ഇങ്ങനെ കാണിക്കുന്നതല്ല. മനസ്സിന്റെ സൗന്ദര്യം, അവന്റെ ഐഡന്റിറ്റി എല്ലാം ഉണ്ട്.